ഹലോ ഓൾ. അപ്പോൾ നമ്മൾ എച്ചിൻ്റെ മാത്സിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ മൊഡ്യൂൾ 1 കുറച്ച് ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മൊഡ്യൂൾ 2 തിയറി ഓഫ് നമ്പേഴ്സ് എന്ന ഭാഗത്തെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൊഡ്യൂൾ 2 വരുന്നത് തിയറി ഓഫ് നമ്പേഴ്സ്, ഡിവിസിബിലിറ്റി, ഡിവിഷൻ അൽഗോരിതം, ജിസിഡി, എൽസിഎം, പ്രൈം നമ്പേഴ്സ്, അത്തരം കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ മെട്രിക്സും മൊഡ്യൂൾ 2 വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തിയറി ഓഫ് നമ്പേഴ്സിലെ കുറച്ച് ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത് കേട്ടോ. 100 ഫാക്ടോറിയൽ, ആദ്യത്തെ ചോദ്യം, 100 ഫാക്ടോറിയൽ എന്ന സംഖ്യയുടെ അവസാനിക്കുന്ന പൂജ്യങ്ങളുടെ എണ്ണം എത്ര? അവസാനിക്കുന്ന പൂജ്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല്, ഇപ്പൊ പൂജ്യങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 2 into 5 10 കൊണ്ട് 10ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കുമല്ലോ. അപ്പൊ അതിൽ 10ന്റെ എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് നോക്കാം. അതിലും ഭേദം നമ്മൾ നോക്കാതില്ല 5ന്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട്, അതുപോലെ 25ന്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട് എന്നൊന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ 100ല് 5ന്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ടാവും എന്ന് ചെക്ക് ചെയ്യാൻ 100നെ 5 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരാം? 20. അതുപോലെ 25ന്റെ മൾട്ടിപ്പിളും ഒന്ന് നോക്കാം. 100നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 4. നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ അതിൽ അവസാനിക്കുന്ന പൂജ്യങ്ങളുടെ എണ്ണം കാണാൻ ഇത് രണ്ടും തമ്മിൽ കൂട്ടിയാൽ മതി. 24. അപ്പൊ ഇത് വലിയ സംഖ്യകളാണെങ്കിലോ, ഇപ്പൊ 200 ഫാക്ടോറിയൽ അല്ലെങ്കിൽ 700 1000 ഫാക്ടോറിയൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ 25 കഴിഞ്ഞിട്ട് അടുത്തത് 125 എടുത്തു നോക്കാം. അതുപോലെ 5ന്റെ മൾട്ടിപ്പിൾസ് അങ്ങനെ എടുത്തു നോക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ ആൻസർ എന്താണ്? 24 is the correct answer. ചോദ്യം, 37⁻41ന്റെ അവസാനത്തെ രണ്ട് അക്കങ്ങൾ ഏവ? അവസാനത്തെ അക്കങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു സംഖ്യ, ഫോർ എക്സാമ്പിൾ 142, അവസാന അക്കങ്ങൾ കാണാൻ ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാണ്. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 100 നമുക്ക് റിമൈൻഡർ 42 കിട്ടും. അപ്പൊ ഇതാണല്ലോ അതിന്റെ അവസാന രണ്ടക്കങ്ങള്. ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് 37:41നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ കണ്ടുപിടിക്കുക. അതിനെ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, കോൺഫിഡൻസ് ടു R mod n 100. ഇതിൽ നിന്ന് R നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോ നമുക്ക് അറിയാവുന്ന ഒരു തിയറം ഉണ്ട്, A⁵n കോൺഫിഡൻസ് ടു R 1 mod n 1 mod n. അപ്പൊ അതിന് എയും എന്നും എന്തായിരിക്കണം? അതിന്റെ GCD 1 ആയിരിക്കണം. GCD 1 ആയിരിക്കണം. ഇങ്ങനെ ഒരു തിയറം ഉണ്ട്. ഈ ഒരു തിയറാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ എഴുതുന്നത് 37 ഇപ്പൊ നോക്കാം, 37ഉം 100ഉം തമ്മിലുള്ള GCD എന്താണ്? 1 അല്ലേ? അതിൽ കോമൺ ആയിട്ടൊന്നും ഇല്ലല്ലോ. ഓൾറെഡി 37 ഒരു ടൈം ആണ്, അതിൽ കോമൺ ആയിട്ടൊന്നുമില്ല. നമുക്ക് ഈ ഒരു തിയറം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരാം? 37⁵5 കോൺഫിഡൻസ് ടു 1 mod 100 ഇങ്ങനെ വരും. പിന്നെ ഇതിൽ 5 ഒന്ന് കണ്ടുപിടിക്കുക. 5 അറിയാലോ. അതായത് നമ്മൾ 100 എന്ന് പറയുന്നത് അതിന് എന്താ ചെയ്യാ? 500 എങ്ങനെയാണ് ചെയ്യുക? 100ന്റെ ചെയ്ത് നോക്കാം അല്ലെ. 2, 50, 5, 10, 5, 10, 9, 11, 2, 5. എന്ന് പറഞ്ഞു 2 സ്ക്വയർ into 5 സ്ക്വയർ ആണ് 100 എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ എഴുതുന്നു. വരും 2 സ്ക്വയർ into 5 സ്ക്വയർ into എന്ത് ചെയ്യണം? 1 minus 1/2 into 1 minus 1/5. ഓക്കെ, എന്താ 5n എന്ന് പറയുന്നത്? 5 ഇപ്പോൾ സപ്പോസ് P1 into P2 ആണെന്നുണ്ടെങ്കിൽ P1 into P2
1 minus 1 by p1, 1 minus 1 by p2. ഈ ഒരു ഫോമാണ് വരാം. ഓക്കെ, ഇവിടെ സപ്പോസ് ഇവിടെ സ്ക്വയർ ക്യൂബ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ക്വയർ ക്യൂബ് 1 മൈനസ് p1 ഇത് 1 മൈനസ് p2 ഈ ഒരു ഫോമിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഫോമിൽ ഞാനിവിടെ എഴുതിക്കുന്നേ ഉള്ളൂ. എന്ത് വരും? 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ 1 മൈനസ് 1 by 2 എന്ന് വരും 1 by 2 into 1 minus 1 by 4 5 that is 4 by 5. So എന്ത് വരും? 2 2 cancel ചെയ്യും 5 the square വെക്കാമോ. So 2 into 5 into 4 that is 10 into 4 that is 40. അപ്പൊ നമുക്ക് 5 ഉം 100 എന്ന് പറയുന്നത് 40 കിട്ടി. അപ്പോൾ എന്തെഴുതാം? 37 raised to 40 congruent to 1 more 100. കിട്ടിയല്ലോ. ഇനി അത് 41 അല്ലേ വരേണ്ടത്? 41 ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡിലും 37 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോ 37 congruent to 37 more 100. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എന്ത് കിട്ടി? 37 raised to 41 congruent to 37 more 100. അപ്പൊ അവിടെ റിമൈൻഡർ എത്രയാണ്? 37. അപ്പൊ ലാസ്റ്റത്തെ രണ്ടക്കങ്ങൾ 37. ഇത്ര സ്റ്റെപ്പുകളൊന്നും വരില്ല കേട്ടോ. ചെറിയ സമയമൊന്നും എടുക്കത്തൊന്നുമില്ല. ഇത് പെട്ടെന്ന് ചെയ്ത് ആൻസറിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം. 6k പ്ലസ് ഓർ മൈനസ് 1 രൂപത്തിലല്ലാതെ അഭാജ്യ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അഭാജ്യ സംഖ്യ മീൻസ് പ്രൈം നമ്പർ മീൻസ് അതിനെ 2 കൊണ്ടോ 3 കൊണ്ടോ 5 കൊണ്ടോ ഒരു നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അത്തരം സംഖ്യകളാണ് അഭാജ്യ സംഖ്യകള്. ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ ഇതിൽ നോക്കുമ്പോ തന്നെ ഓപ്ഷൻ ബിയിൽ നോക്കിയ 32 452 വന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്താ അഭാജ്യ സംഖ്യയാണോ? അല്ല. കാരണം എന്താ? ഇതിനെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ബി വരത്തില്ല. പിന്നെ ഓപ്ഷൻ സി നോക്കിയ അതില് 818 വീണ്ടും ഒരു ഈവൻ നമ്പർ വന്നിട്ടുണ്ട്. അപ്പൊ അതിന് എന്താ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ അതും ഒരു അഭാജ്യ സംഖ്യ അല്ല. പിന്നെ ഓപ്ഷൻ എ ഓർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഓപ്ഷൻ എയിൽ നോക്കുകയാണെങ്കിൽ അത് 6k പ്ലസ് ഓർ മൈനസ് 1 രൂപത്തിൽ അല്ല എന്ന് നമുക്ക് കിട്ടിയാൽ മതി അല്ലെ. അപ്പൊ നമ്മള് എന്താ ചെയ്യണേ? ഓരോ സംഖ്യയെ 6k പ്ലസ് 1 രൂപത്തിലാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ആ ഒരു സംഖ്യയെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താല് നമുക്ക് എന്ത് കിട്ടണം? റിമൈൻഡർ 1 ഓർ റിമൈൻഡർ 1 അല്ലെങ്കിൽ എന്ത് കിട്ടും? -1 മീൻസ് എന്താണ്? 5 1 ഓർ 5 കിട്ടണം. അപ്പൊ 15 നമ്മള് 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാണ്. അപ്പൊ 6 12 ബാക്കി 3. അപ്പൊ അത് 6 റിമൈൻഡർ 1 അല്ല, 5 കിട്ടിയില്ല. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കാരണം എന്താ? 15 ആ ഒരു രൂപത്തിലല്ല. ഇപ്പൊ ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, അടുത്ത ചോദ്യം. എ ബി എന്ന സംഖ്യകളുടെ ലസാഗു 6ഉം ഉസാഗ 2ഉം ആണെങ്കിൽ എ പ്ലസ് ബിയുടെ സാധ്യമായ വില എന്ത്? അപ്പൊ ഇവിടെ ലസാഗു LCയും തന്നിട്ടുണ്ട്, GCDയും തന്നിട്ടുണ്ട്. അപ്പൊ അറിയേണ്ട ഒരു റിസൾട്ട് ഉണ്ട്. LCM ഇൻറ്റു GCD എന്ന് പറയുന്നത് ആ സംഖ്യകളുടെ പ്രൊഡക്റ്റ് ആയിരിക്കും. ഇവിടെ LCM തന്നിട്ടുണ്ട് 6, GCD എത്രയാണ്? 2. അപ്പൊ നമുക്ക് A ഇൻറ്റു ബി എന്ന് പറയുന്നത് എത്ര കിട്ടി? 12 എന്ന് കിട്ടിയല്ലോ. അപ്പൊ ഇനി എ പ്ലസ് ബിയുടെ സാധ്യമായ വിലകള്. അപ്പൊ എയും ബിയും ഏതൊക്കെയാണ് വരാൻ ചാൻസ് എന്ന് നോക്കാണ്. 1ഉം 12ഉം വരാം. അതിന്റെ പ്രൊഡക്റ്റ് 12 അല്ലേ. അതുപോലെ 6ഉം 2ഉം വരാം. പിന്നെ 4ഉം 3ഉം വരാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതിലെ ഏതിന്റെ GCD ആണ് 2 വരുന്നത് എന്നൊന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 1,12ന്റെ GCD എടുക്കാന്ന് വെച്ചാൽ എന്താ വരാം? അത് 1 അല്ല. ഇവിടെയാണെങ്കിലോ ഇതിന്റെ GCD 2. ഓക്കെ, അപ്പൊ നമുക്ക് 6,2 ആണ് വരുന്നത്.
അപ്പൊ ഇതിൽ നിന്ന് എ പ്ലസ് ബി എന്ത് വരും? എ പ്ലസ് ബി. then 6 plus 2 എന്ത് വരും? 8. നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇവിടെ 5 of 75ന്റെ വില എത്രയാണ്? അപ്പോ എന്താണ് 5 of n എന്ന് പറയുന്നത്? ഇപ്പോ n എന്ന് പറയുന്നത് b1 raised to a1, b2 raised to a2, etc. bn raised to an ഈ ഒരു ഫോമിൽ കിട്ടിയെന്ന് വിചാരിക്കുക. n ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്നത് n into 1 minus 1 by b1, 1 minus 1 by b2, etc. 1 minus 1 by bn. ഈ ഒരു ഫോമിലായിരിക്കും. അപ്പൊ ഇവിടെ 5 of 75 അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം അതിന്റെ ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പൊ 75ന്റെ ഫാക്ടറൈസേഷൻ എന്താണ് വരാ? 75. അപ്പോ 5 1 ബാക്കി 2 5 again 3 3 5 വട്ടം പോകും. 3 5 15. നമുക്ക് എന്ത് വന്നു? 3 into 5 സ്ക്വയർ. ഈ ഒരു ഫോമില് 5 2 വട്ടല്ലേ? 5 സ്ക്വയർ ഈ ഒരു ഫോമിലാണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് 5 to 75 കണ്ടുപിടിക്കാം. ഇങ്ങനെ 3 into 5 സ്ക്വയർ into ആ ഒരു പ്രൈം നമ്പേഴ്സ്. അപ്പോൾ 1 minus 1 by 3 into 1 minus 1 by 3. That is 3 into 5 square into 1 minus 1 by 3 എന്താണ്? 2 by 3 into 1 minus 1 by 5 എന്താണ്? 4 by 5. ഓക്കെ, ഇനി അതിൽ നിന്നുള്ളത് ക്യാൻസൽ ഔട്ട് ചെയ്യാം. സ്ക്വയർ 2 അഞ്ച് 18 പോയി, 5 2 10 10 4 40. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ.